ഹായ് നമസ്കാരം, എല്ലാവർക്കും ടെക് ഫോം മലയാളത്തിൻ്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ അരുൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു അടിപൊളി ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചിട്ട് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഈ ആപ്ലിക്കേഷൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു വീഡിയോ കൺവേർട്ടിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്കറിയാം വീഡിയോ കൺവേർട്ടിംഗ് ഒക്കെ എന്താണെന്ന്. അതായത് ഒരു ഫോർമാറ്റിലുള്ള വീഡിയോ മറ്റൊരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. നമ്മുടെ ആവശ്യത്തിന് കൺവേർട്ട് ചെയ്യുന്നതിനാണ് വീഡിയോ കൺവേർട്ടിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഫോണിലുള്ള ഒരു വീഡിയോ അത് നമ്മൾ പെട്ടെന്ന് ടി വിയിലേക്ക് കണക്ട് ചെയ്യുക അല്ലെങ്കിൽ ടി വിയിലേക്ക് സെൻഡ് ചെയ്ത് കാണുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും കാണാൻ സാധിക്കില്ല. അതായത് നമ്മുടെ ഫോണിലുള്ള ഫോർമാറ്റ് ടി വിയിലുള്ള ഫോർമാറ്റിലേക്ക് മാച്ച് ആവില്ല. സാധാരണഗതിയിൽ നമ്മൾ ടി വിയിലൊക്കെ ഇട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിസ്കൊക്കെ ഇട്ട് കാണുന്ന സമയത്ത് അല്ലെങ്കിൽ പെൻഡ്രൈവ് എല്ലാം കണക്ട് ചെയ്ത് വീഡിയോ പ്ലേ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എടുക്കുന്നത് AVI ഫോർമാറ്റ് ആയിരിക്കും. എന്നാൽ നമ്മുടെ കയ്യിലുള്ള MP4 ഫോർമാറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഈ വീഡിയോ കൺവേർട്ടിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, അതുപോലെ തന്നെ വലിയൊരു ഫയലുണ്ട്, ഹൈ റെസൊല്യൂഷൻ ഒരു വീഡിയോ ഉണ്ട്. അത് നമുക്ക് ഡൗൺ ചെയ്തിട്ട് കുറച്ച് സൈസ് കുറയ്ക്കണമെങ്കിൽ അല്ലെങ്കിൽ കംപ്രസ് ചെയ്യണമെങ്കിലും ഒക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോ കൺവേർട്ടിംഗ് ആപ്ലിക്കേഷൻസ് വളരെയധികം വേണ്ടപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ വിൻഡോസിലാണെങ്കിലും മാക്കിലാണെങ്കിലും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീഡിയോ കൺവേർട്ടിംഗ് ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ പേര് ഫിൽമോറ വീഡിയോ കൺവേർട്ടർ എന്നാണ്. സോ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക, കാരണം നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ ഇത് കൺവേർട്ടിംഗ് എന്നതിലുപരി കുറേയധികം എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഒറ്റ ആപ്ലിക്കേഷനിലൂടെ കിട്ടുന്നതാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ നമുക്ക് നേരിട്ട് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഫിൽമോറ വീഡിയോ കൺവേർട്ടിംഗ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. മുകളിലായിട്ട് ഒരുപാട് ഓപ്ഷൻസ് കാണാം. നമുക്ക് അതൊക്കെ വഴിയെ പരിചയപ്പെടാം. ഇപ്പോൾ നമുക്ക് ആദ്യമായിട്ട് എങ്ങനെ ഒരു വീഡിയോ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ആഡ് ഫയൽ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വീഡിയോ ഈ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരു വീഡിയോ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ആ ഒരു വീഡിയോയുടെ പേര് കാണാം, അതിൻ്റെ റെസൊല്യൂഷൻ, അതിൻ്റെ ടൈപ്പ്, അതുപോലെ തന്നെ അതിൻ്റെ ഡ്യൂറേഷനൊക്കെ കാണാം. ജസ്റ്റ് ആ തംബ്നെയിലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് എനിക്ക് ആ ഒരു വീഡിയോയുടെ പ്രിവ്യൂ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച വീഡിയോ തന്നെയാണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ അതുകൊണ്ട് സാധിക്കുന്നതാണ്. തംബ്നെയിലിന് ഏറ്റവും അടിയിലായിട്ട് ഒരു കത്രികയുടെ ഐക്കൺ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം ക്രോപ്പ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് വളരെ മികച്ചൊരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. കാരണം നമുക്ക് വളരെ ലോങ് വീഡിയോ ഒക്കെയാണ് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രം മതിയെങ്കിൽ നമുക്ക് അത്ര മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് നമുക്കത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ മാർക്കേഴ്സ് കാണാം. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ റീസെറ്റ് കൊടുക്കുന്നു. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ഒരു ക്രോപ്പ് ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുകൊണ്ടുള്ളൊരു മെച്ചം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോയിൽ എന്തെങ്കിലും തരത്തിലുള്ള ലോഗോയോ വാട്ടർമാർക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഒഴിവാക്കിക്കൊണ്ട് വീഡിയോ കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും നിങ്ങൾക്ക് തൊട്ട് താഴെയായി ഔട്ട്പുട്ട് പ്രിവ്യൂ എന്ന് പറയുന്ന ഒരു വിൻഡോ ഉണ്ട്. അതിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ കാണാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളിപ്പോൾ മൊബൈലിലാണ് അല്ലെങ്കിൽ പോർട്രേറ്റിലാണ് എടുത്തെങ്കിൽ നിങ്ങൾക്ക് അത് ലാൻഡ്സ്കേപ്പിലേക്ക് മാറ്റാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് ഇപ്പുറത്തായി ഒരു അഡ്ജസ്റ്റ്മെന്റ് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയുടെ ബ്രൈറ്റ്നസ് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ കോൺട്രാസ്റ്റും ഒക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് താഴെ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിൽറ്റേഴ്സ് അവൈലബിൾ ആണ്. ആ ഫിൽറ്റേഴ്സൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഔട്ട്പുട്ട് പ്രിവ്യൂവിൽ അതിന് മാറ്റങ്ങൾ കാണാവുന്നതാണ്. തൊട്ട് പുറത്തായി വാട്ടർമാർക്ക് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാട്ടർമാർക്ക് നിങ്ങളുടെ കൺവേർട്ട് ചെയ്ത് എടുക്കുന്ന വീഡിയോയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ഒപ്പാസിറ്റി ഒക്കെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സബ് ടൈറ്റിൽസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഓഡിയോ ഉണ്ട്. നിങ്ങൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയുടെ ഓഡിയോ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്ത വീഡിയോയിൽ വേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ നമ്മൾ വരുത്തി കഴിഞ്ഞു. ഇനി നമ്മൾ ടാർഗറ്റ് ഫയലിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾ കൺവേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ ഏത് ഫോർമാറ്റിലേക്ക് എന്നാണ് നമ്മൾ അടുത്ത് കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ജസ്റ്റ് ആ ഡ്രോപ്പ് ഡൗൺ മെനു ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ വീഡിയോയിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് വീഡിയോ ഫോർമാറ്റുകൾ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് MP4, അതുപോലെ തന്നെ 3GP, AVI, അതുപോലെ തന്നെ യൂട്യൂബ്, ഫേസ്ബുക്ക്, അങ്ങനെ ഒരുപാട് ഫോർമാറ്റുകൾ കാണാൻ സാധിക്കും. ഞാനിപ്പോൾ MP4ലേക്ക് പോയി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 4K 1080p അതുപോലെ തന്നെ 720p ഒരുപാട് ഫോർമാറ്റുകൾ കാണാം. നിങ്ങൾക്ക് ഇവിടെ AVI ഫോർമാറ്റുകളൊക്കെ കാണാവുന്നതാണ്. ഞാനിപ്പോൾ MP4ലേക്ക് മാറുന്നു. ഓക്കെ, തൊട്ടിപ്പുറത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന വീഡിയോ അത് ഓഡിയോ ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതും ഹൈ ക്വാളിറ്റിയിലും ലോ ക്വാളിറ്റിയിലും ഒക്കെ കൺവേർട്ട് ചെയ്യാം. ഇനി ഡിവൈസ് ബേസിൽ നിങ്ങൾ വീഡിയോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഒരു മൊബൈലിൻ്റെ ബേസിൽ നിങ്ങൾക്ക് വീഡിയോ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ MP4ൽ 4K എന്ന
ഫോർമാറ്റിലേക്ക് എൻ്റെ 1080p വീഡിയോ മാറ്റുകയാണ്. അങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ട വീഡിയോയുടെ ഫോർമാറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൺവേർട്ട് എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ കൺവേർഷൻ അവിടെ സ്റ്റാർട്ട് ആവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ വീഡിയോ കൺവേർഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, അവിടെ മെസ്സേജ് വന്നു. ഇനി മുകളിലായിട്ട് കൺവേർട്ടഡ് എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ വീഡിയോ കൺവേർട്ട് ചെയ്ത് കാണാൻ സാധിക്കും. ജസ്റ്റ് അവിടെ ഫയലിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് പെട്ടെന്ന് കാണാനും അത് അവിടെ നിന്ന് പ്ലേ ചെയ്ത് കാണാനും സാധിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് കിട്ടുന്ന ഒരു ഫീച്ചറാണ് ഈ സോഫ്റ്റ്വെയറിൽ ഏത് സൈറ്റിൽ നിന്നും അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഒക്കെ നമുക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ജസ്റ്റ് അതിൻ്റെ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ആ ഒരു വീഡിയോ അനലൈസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് ഏത് ഫോർമാറ്റിലേക്കാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നതാണ്. നമുക്ക് വേണമെങ്കിൽ MP3 ഫോർമാറ്റിലേക്കും അല്ലെങ്കിൽ ഓഡിയോ ഓൺലി ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഓക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ആവുന്നതാണ്. ഏറ്റവും അടിയിലായിട്ട് കുറച്ചുകൂടി സ്പീഡ് കിട്ടാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, ജസ്റ്റ് അതും കൂടി നിങ്ങളൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് അവിടെ ഫിനിഷ്ഡ് എന്ന് പറയുന്ന ടാബിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. ജസ്റ്റ് ആ ഫയൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യാനും സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്ക്രീൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമ്മുടെ ഫിൽമോറ സോഫ്റ്റ്വെയറിൻ്റെ മൂന്നാമത്തെ ഒരു ഫീച്ചറാണ്. നമുക്ക് നമ്മുടെ സ്ക്രീൻ റെക്കോർഡറായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. നമുക്കവിടെ വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഭാഗം മാത്രം നമുക്ക് റെക്കോർഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ ഫുൾ സ്ക്രീൻ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. നമുക്ക് അതിൻ്റെ സൗണ്ടൊക്കെ കൺട്രോൾ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ശേഷം റെക്കോർഡ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീൻ റെക്കോർഡർ ഏകദേശം 5 സെക്കൻഡോട് കൂടി സ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതുപോലെ ഈ സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് DVD അല്ലെങ്കിൽ CD ഒക്കെ ബേൺ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ മൊബൈലുമായി കണക്ട് ചെയ്തുകൊണ്ട് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന വീഡിയോ നമുക്ക് VR മോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ വീഡിയോ കംപ്രസ് ചെയ്യാൻ സാധിക്കും. അതായത് ഹൈ ക്വാളിറ്റി വീഡിയോസുകൾ അതിൻ്റെ ക്ലാരിറ്റി ഒട്ടും കുറയാതെ നമുക്ക് കുറഞ്ഞ സൈസിലേക്ക് വീഡിയോ കംപ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലും സൈസ് കൂടിയ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ അത് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് സൈസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ജിഫ് മേക്കറായിട്ടും ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് വീഡിയോ ജിഫായിട്ട് കൺവേർട്ട് ചെയ്യാനും അല്ലെങ്കിൽ ഒരു ഫോട്ടോ ജിഫായിട്ട് കൺവേർട്ട് ചെയ്യാനൊക്കെ സാധിക്കും. ജസ്റ്റ് ഫയൽ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഓരോ മാർക്കേഴ്സ് കാണാം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ജിഫ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സോഫ്റ്റ്വെയർ പ്രീമിയം സോഫ്റ്റ്വെയർ ആണ്, അതായത് പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ചില ഫീച്ചേഴ്സ് മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രീമിയം മെമ്പർ ആവണം, അല്ലെങ്കിൽ പൈസ മുടക്കേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ അത്രയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ആപ്ലിക്കേഷൻ പർച്ചേസ് ചെയ്യാവുന്നതാണ്. കാരണം ഇത് അത്രയ്ക്ക് മികച്ച ഒരു അടിപൊളി ആപ്ലിക്കേഷൻ തന്നെയാണ്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്തിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ അടിയിലായിട്ട് ഇടുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ നിങ്ങളുടെ കമ്പ്യൂട്ടറിലും അല്ലെങ്കിൽ മാക്കിലും വിൻഡോസിലും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. സ്നേഹപൂർവ്വം, അരുൺ.